തെക്ക് പിടിച്ചാൽ കേരളം ഭരിക്കാം എന്നതാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് ബോധ്യമാകുന്ന ഒരു വസ്തുത. തെക്കൻ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്ന മുന്നണിയാരോ അവർ കേരളം ഭരിച്ചിട്ടുള്ള പതിവ്. പക്ഷേ ഇക്കുറി ആ പതിവിന് മാറ്റമുണ്ടാകും എന്നാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയായ ലോക്പോൾ അവരുടെ പ്രീപോൾ സർവേയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ. തെക്കൻ കേരളത്തിൽ ആധിപത്യം തുടരുമെങ്കിലും വലിയ മുൻതൂക്കമുണ്ടാകുമെങ്കിലും LDFന് കേരള ഭരണം നഷ്ടപ്പെടും എന്ന് ലോക്പോൾ പ്രവചിക്കുകയാണ്. UDF 81 മുതൽ 86 സീറ്റുകൾ വരെ നേടി കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ലോക്പോളിൻ്റെ പ്രവചനം. LDFന് 51 മുതൽ 59 വരെ സീറ്റുകൾ മാത്രമേ നേടാനാകൂ എന്ന് അവർ പറയുന്നു. BJPക്ക് 2 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നവർ ചൂണ്ടിക്കാട്ടുകയാണ്. വോട്ട് ശതമാനം പരിശോധിച്ചാൽ 39 മുതൽ 41% വരെ വോട്ട് LDFന്, 43 മുതൽ 45% വരെ വോട്ട് UDFന്, BJPക്ക് 13 മുതൽ 15% വരെ. അവർക്ക് ആ ഒരു ശരാശരിയിൽ നിന്ന് മുകളിലേക്ക് പോകാനാകില്ല എന്നുള്ളത്. മറ്റുള്ളവർക്ക് 2 മുതൽ 3% വരെയും. ലോക്പോൾ പൊതുവേ ഈ സർവേ ഡാറ്റകളുടെയൊക്കെ കാര്യത്തിൽ ഒരു വിശ്വാസ്യത പുലർത്തുന്ന ഏജൻസിയാണ്. പക്ഷേ പരാജയപ്പെട്ടു പോയിട്ടുള്ള സർവേകളുണ്ട്. ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ടവർ നടത്തിയ സർവേ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് നടത്തിയതിന് ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. എന്തായാലും 42,000 വോട്ടർമാരെ നേരിൽ കണ്ട്, ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ശരാശരി 300 പേരെ നേരിൽ കണ്ട് അവർ നടത്തിയിട്ടുള്ള ഈ സർവേയിൽ നിന്ന് തെക്കൻ കേരളത്തിൽ ആധിപത്യം പുലർത്തുമ്പോഴും LDFന് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ തെക്ക് പിടിച്ചിട്ടും ഭരണം കിട്ടാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് LDF വന്നെത്തിയേക്കും എന്ന സൂചന നൽകുകയാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉണ്ടാകുന്ന സർവാധിപത്യമാണ് അതിന് UDFനെ സഹായിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ മേഖലകൾ തിരിച്ചുള്ള കണക്ക് അവർ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് എന്ന സൂചനയും വിശദമായി തന്നെ ആ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. ഈ 3 മേഖലകളായി തിരിച്ച് അവർ നൽകിയിരിക്കുന്ന കണക്കിൽ ചില അവ്യക്തതകളുണ്ട്. കാരണം ഏതൊക്കെ ജില്ലയാണ് അവർ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മധ്യ കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, തെക്കൻ കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളവും തെക്കൻ കേരളവും. ഇപ്പോൾ ആലപ്പുഴ ഈ മധ്യ കേരളത്തിൻ്റെ ഒപ്പമാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, തെക്കൻ കേരളത്തിൻ്റെ ഒപ്പമാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ആ സീറ്റുകളുടെ റേഞ്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം, കോട്ടയത്തെ തെക്കിലാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മധ്യ കേരളത്തിലാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ 3 മേഖലകളായി തിരിച്ച് അവർ പറയുമ്പോൾ വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വീഴ്ച അതിജീവിച്ചുകൊണ്ട് UDFൻ്റെ ഒരു മുന്നേറ്റമുണ്ടാകും എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. വടക്കൻ കേരളത്തിൽ 32 മുതൽ 37 വരെ സീറ്റ് UDFന് നേടാനാകും എന്നതാണ്. 11 മുതൽ 16 വരെ സീറ്റുകൾ മാത്രമേ LDFന് നേടാനാകൂ എന്ന് പറയുന്നു. വടക്കൻ കേരളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകൾ ഉൾപ്പെടണം. അതിൽ മലപ്പുറത്ത് ഉണ്ടായിരുന്ന സീറ്റുകളിൽ 16-ൽ 12 എണ്ണവും കഴിഞ്ഞ തവണ നേടിയത് UDF ആണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ 22 സീറ്റുകളിലായിരുന്നു കഴിഞ്ഞ തവണ UDFന് ജയിക്കാനായതെങ്കിൽ ഇത്തവണ അത് 32 മുതൽ 37 വരെ സീറ്റുകളായി ഉയരും എന്നുള്ളതാണ്. അതായത് കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 2 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന UDFന് ആ ജില്ലകളിലെ 2 എന്ന് പറയുന്ന സീറ്റെണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സർവേ പറയുന്നത്. പാലക്കാടും കോഴിക്കോടും LDFൻ്റെ ആധിപത്യം നിലനിൽക്കുമെങ്കിലും അതൊരു നേരിയ ആധിപത്യം മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വടക്കൻ കേരളത്തിലാണ് UDFനെ സംബന്ധിച്ചിടത്തോളം 22-ൽ നിന്ന് 37 വരെ സീറ്റ്, 15 സീറ്റോളം ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. മധ്യ കേരളത്തിലേക്ക് വന്നാൽ അവിടെ 30 മുതൽ 35 സീറ്റുകൾ വരെ UDF നേടുമ്പോൾ 18 മുതൽ 23 വരെ സീറ്റ് എന്നുള്ളതാണ് LDFന് ലോക്പോൾ നൽകിയിരിക്കുന്നത്. ഈ തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം സ്വാഭാവികമായി ഈ 4 ജില്ലകളിലെ 41 സീറ്റുകളാണ് മധ്യ കേരളത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ 15 എണ്ണം മാത്രമാണ് കഴിഞ്ഞ തവണ UDFന് നേടാനായത്. അതിലും 9 എണ്ണം എറണാകുളത്ത് നിന്നായിരുന്നു. തൃശ്ശൂരിൽ 1 സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. 4 എണ്ണം കോട്ടയത്ത്, ഇടുക്കിയിൽ 1 സീറ്റ്. അവിടെയും ഇത്തവണ 30 മുതൽ 35 വരെ, അതായത് 15-ൽ നിന്ന് 35 വരെ
20 സീറ്റിൻ്റെ വരെ വർധന അവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ആലപ്പുഴയെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി, കാരണം അവരുടെ കണക്ക് റേഞ്ച് പരിശോധിക്കുമ്പോൾ ഈ 18 എന്ന് പറയുന്ന കണക്ക് LDF നിൽക്കുന്നു, 35 എന്ന് പറയുന്നത് UDF പരമാവധി നിൽക്കുന്നു. അപ്പോൾ ആ റേഞ്ച് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി 50 സീറ്റ് വരണം. അങ്ങനെ 50 സീറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആലപ്പുഴ കൂടി ഉൾപ്പെടണം. പക്ഷേ ആലപ്പുഴ കൂടി ഉൾപ്പെട്ടാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ 50 സീറ്റെണ്ണം ആകുമ്പോൾ 41-ൽ 15, 50 ആകുമ്പോൾ അത് 16 ആകുന്നുള്ളൂ UDF. പക്ഷേ അവിടെ നിന്ന് 35-ലേക്കുള്ള കുതിപ്പ് സാധ്യമാകും എന്നാണ് ഈ ലോക് പോളിൻ്റെ സർവേ ഫലത്തിൽ പറയുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ തെക്കൻ കേരളം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. പക്ഷേ ആലപ്പുഴയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അവരുടെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന മേഖലയിൽ കോട്ടയത്തെയും ഇടുക്കിയെയും അവിടെ റബ്ബർ കർഷകരുടെ വികാരം ഈ തെക്കൻ കേരളത്തിൽ UDF അനുകൂലമായൊരു വികാരം ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ ആ സീറ്റ് എങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ സംശയമുളവാക്കുന്ന ഒന്നാണ്. തെക്കൻ കേരളത്തിൽ 19 മുതൽ 23 വരെ സീറ്റ് LDF നേടുമ്പോൾ 13 മുതൽ 17 വരെ സീറ്റ് UDF നേടും. അവിടെയാണ് LDF മേധാവിത്വം പുലർത്താൻ സാധിക്കുക. കാരണം 23 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. 2 സീറ്റുകൾ BJP നേടാനുള്ള സാധ്യതയും തെക്കൻ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തെക്കൻ കേരളത്തിൻ്റെ റേഞ്ച് നോക്കുമ്പോഴും ഏകദേശം 38-39 സീറ്റ് അവർ പറയുന്നുണ്ട്. ആ റേഞ്ച് വരണമെങ്കിൽ ആലപ്പുഴ കൂടി ഇതിനകത്ത് ഉൾപ്പെടേണ്ടതുണ്ട്. പക്ഷേ ആലപ്പുഴയെ അവരുടെ വിശകലന മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യ കേരളത്തിലാണ് എന്നുള്ളതാണ് സംശയം. അപ്പോൾ ആ മേഖലകൾ തിരിച്ച് നൽകിയിരിക്കുന്ന കണക്കിൽ ഏതൊക്കെ ജില്ലകൾ ഏതൊക്കെ മേഖലയിൽ ഉണ്ട് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും, കൊല്ലവും, പത്തനംതിട്ടയും എന്തായാലും തെക്കൻ കേരളത്തിലാണ്. ഈ തെക്കൻ കേരളത്തിൽ 23 സീറ്റുകൾ വരെ LDF നേടാൻ സാധിക്കും എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് LDF ആധിപത്യം. LDF ഏറ്റവും കുറച്ച് നേടാൻ കഴിയുന്ന സീറ്റുകൾ പോലും UDF പരമാവധി നേടാൻ കഴിയുന്ന സീറ്റുകളേക്കാൾ അധികമാണ് എന്നുള്ളതാണ് തെക്കൻ കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അവിടെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയമുള്ളത്. തെക്കൻ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ആധിപത്യം പുലർത്താനായാൽ ഭരണം പിടിക്കാനാകും എന്നുള്ള പതിവ് ഇക്കുറി തെറ്റും എന്ന് ലോക് പോൾ ഉറപ്പിച്ചു പറയുന്നതിനും കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ, മുസ്ലിം സമുദായം UDF അനുകൂലമായി ഇപ്പോൾ സമസ്ത അടക്കമെടുത്തിരിക്കുന്ന നിലപാടുകൾ, അത് LDF ദോഷം ചെയ്യുന്ന ഘടകമായി മാറുന്നുണ്ട് എന്നുള്ള കണ്ടെത്തൽ, ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ LDF ഉണ്ടായിരിക്കുന്ന അകൽച്ച, BJP ഒരല്പം ചായ്വ് കാട്ടിയെങ്കിലും ദേശീയ തലത്തിൽ BJP ഇപ്പോഴും ക്രിസ്ത്യൻ സംരക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രതീതി സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമ്പോൾ ആ നേട്ടവും കൂടി സ്വാഭാവികമായി UDFിലേക്ക് വരും എന്നുള്ള സ്ഥിതിവിശേഷം. ഒപ്പം UDF ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നേരിടുന്നത്, അതിനകത്തൊരു അനൈക്യമില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. UDFിനകത്ത് വലിയ പ്രതിസന്ധികളില്ല. കോൺഗ്രസിൽ എപ്പോഴും തമ്മിലടി. ഇനിയിപ്പോൾ സീറ്റൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ ഫെബ്രുവരി 9 മുതൽ 24 വരെ നടത്തിയ സർവേയിൽ ലോക് പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അതാണ്. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ LDF പിണറായി വിജയൻ സർക്കാർ നന്നായി നടത്തിയിട്ടുണ്ട് എങ്കിലും അതിനെ മറികടക്കുന്ന രീതിയിൽ മിസ് ഗവേണൻസിനെ കൊണ്ടുവരാൻ UDF സാധിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ ഒരു പ്രചരണായുധമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലോക് പോൾ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ, കർഷകർക്കിടയിൽ, ഈ തെക്കൻ മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾക്കിടയിൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന അതൃപ്തിയും UDF സഹായകരമാകും എന്നവർ പറയുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LDF വോട്ട് ബാങ്ക് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഈഴവ സമുദായം കേരളത്തിൽ BJP ചായ്വ് കാട്ടി തുടങ്ങുന്നത് സ്വാഭാവികമായി പരോക്ഷമായി നേട്ടമുണ്ടാക്കുക UDF എന്നുള്ളതുമാണ്. ആ വോട്ടിന് ഉണ്ടാകുന്ന ഷിഫ്റ്റുകൾ UDF അനുകൂലമായ ഒരു വികാരമായി മാറുന്നതിന് കാരണമാകുന്നു എന്നുകൂടി ലോക് പോൾ കണ്ടെത്തുകയാണ്. അപ്പോൾ മേഖല തിരിച്ചുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ ആധിപത്യം പുലർത്തിയിട്ടും LDF പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ലോക് പോൾ പറയുകയാണ്. കഴിഞ്ഞ തവണ LDF വിജയം പ്രവചിച്ച ഒരു ഏജൻസി എന്നുള്ള നിലയിൽ ദേശീയ തലത്തിലും ഒരു 70% അപ്പുറത്തൊക്കെ കണക്കുകളിൽ കൃത്യത പുലർത്തുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയിൽ ലോക് പോൾ പറയുന്നത് UDF കേരളത്തിൽ അധികാരത്തിൽ എത്തും എന്നതാണ്.